ഇതിന്റെ ഒരു റിലേ ഫാസ്റ്റിന്റെ ഒരു സോളിഡാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പിന്തുണ ആദ്യത്തെ ദിവസം മുതൽ ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കണ വരെ ഞങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാവുമെന്ന് ഞാൻ പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കാണുന്നത് ഞാനാണോ, ഷോൺ ആണോ, ജിജി ആണോ, ഞങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നത് നമ്മുടെ പാർട്ടി, ഞങ്ങളുടെ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, അദ്ദേഹം ഒരു വിശ്വാസത്തോടാണ് പറയുന്നത്. ഇത് രാഷ്ട്രമല്ല, ഇത് പോളിറ്റിക്സ് അല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 31, ആർട്ടിക്കിൾ 19 റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അത് എല്ലാവർക്കും അതിന്റെ ഒരു റൈറ്റ് ഉണ്ട്. അതിന് ഏത് രാഷ്ട്രമാണോ, ഏത് രാഷ്ട്രീയ ഫോഴ്സസ് ആണോ അതിന് എടുക്കാനോ അതിനെ ഡൈല്യൂട്ട് ചെയ്യാനോ ആർക്കും അതിന് ശക്തിയില്ല നമ്മുടെ ഇന്ത്യയിൽ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കാണുന്നത് ഇത് ഡിസ്പ്യൂട്ട് അല്ല. ഇത് എന്നോട് എത്രയോ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഡിസ്പ്യൂട്ടാണ്. അത് ഡിസ്പ്യൂട്ട് ഒന്ന് സെറ്റിൽ ചെയ്യണം. ഇതൊരു ഡിസ്പ്യൂട്ട് ഒന്നല്ല. ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടീനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു ലാൻഡ് ഗ്രാബാണ്. ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, ലാൻഡ് ഗ്രാബ്. ഈ ലാൻഡ് ഗ്രാബ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചില റിയൽ എസ്റ്റേറ്റ് മാഫിയ, കോൺട്രാക്ടർ മാഫിയ, അവരാണ് ഈ ലാൻഡ് ഗ്രാബ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഈ വഖഫിന്റെ ഡിബേറ്റ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നത് ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ് ഗ്രാബാണ്. ഒരു ഇൻഡിവിജ്വൽസ് റൈറ്റ് ടു പ്രോപ്പർട്ടീനെ തകർത്തി രാഷ്ട്രീയത്തിന്റെ പിന്നിൽ ഒളിച്ച് ഈ വഖഫ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ മാത്രമല്ല, ഞാൻ കർണാടകയിൽ 18 കൊല്ലം MP ആവുമ്പോൾ അവിടെ കണ്ടതാണ്. 2012 അവിടെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ആരും അതിന് നോക്കിയില്ല. അത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് അതങ്ങ് വിട്ടു. അവിടെ എത്രയോ കണക്കിൽ എത്രയോ ലക്ഷം ഏക്കർ ലാൻഡ് ഗ്രാബ് ചെയ്തിട്ട് മിസ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ സിൻസിയർലി പറയുന്നു, ഞങ്ങളുടെ ഈ സപ്പോർട്ട്, ഈ പിന്തുണ അത് ഫൈനൽ കൺക്ലൂഷൻ വരെ ഉണ്ടാവും. 100%, 100%. ഇത് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കോർ പ്രിൻസിപ്പിളാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് കനോട്ട് ബി ടേക്കൺ അവേ ബൈ എനി പൊളിറ്റിക്കൽ ഫോർമേഷൻ. ഇതാണ് ഇന്ത്യന്റെ റിയാലിറ്റി. ഇതാണ് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞങ്ങൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. ചിലവർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ചൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഈ വിന്റർ സെഷനിലായിരുന്നു ഈ വഖഫ് അമെൻഡ്മെന്റ് ആക്ട് നടക്കാൻ പോകുന്നത്. ഞാൻ എഷ്യൂർ ചെയ്യുന്നു, ഇന്നലെ എൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയിലൂടെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ മുനമ്പത്ത് പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്നോട്, അവരോട് പറയൂ ഞങ്ങൾ ഇതിനെ, കിരൺ റിജിജു ഞങ്ങൾ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞ മാതിരി ഞങ്ങൾ ചെയ്യുന്നത് ലോ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും. ഇത് ഏത് ഫോഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും, അത് LDF ആണോ UDF ആണോ ഏതാണെങ്കിലും, ഏത് F ആണെങ്കിലും അവർക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇത് ജസ്റ്റിസ് ആണ്. ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്. നമ്മുടെ ഈ രാഷ്ട്രീയം പറഞ്ഞ് റൈറ്റ് ആൻഡ് റോങ്ങിന്റെ വ്യത്യാസം മനസ്സിലാക്കാണ്ട് ഈ പൊളിറ്റിക്കൽ എക്സ്പീഡിയൻസി, പൊളിറ്റിക്കൽ കൺവീനിയൻസിന്റെ ഭാഗമായി LDFും UDFും ചെയ്യുന്നത് ഞങ്ങളത് കറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഇന്ന് എല്ലാവർക്കും ഞാൻ ഒരു ഗ്യാരണ്ടി അല്ല, ഒരു കോൺഫിഡൻസ് തരാനാണ് വന്നിരിക്കുന്നത്. ഈ ബില്ല് വരും, ബഡ്ജറ്റ് സെഷനിൽ വരും. JPC അതിന്റെ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുന്നു. ഇതിന്റെ ആ ലോന്റെ എഫക്ട്, റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടാവും. മുനമ്പത്തെ ജനങ്ങളുടെ പ്രോപ്പർട്ടിയും ഇങ്ങനെ എത്രയോ സ്ഥലത്ത്, ഇന്ത്യയിൽ എത്രയോ സ്ഥലത്ത് ഇങ്ങനെ ഈ ലാൻഡ് ഗ്രാബ് നടക്കുന്നത്, എല്ലാവരുടെയും പ്രോപ്പർട്ടിക്ക് പ്രൊട്ടക്ഷൻ കിട്ടും.
എന്ന് ഞാൻ പറയാൻ ഒരു കോൺഫിഡൻസ് കൊണ്ട് പറയുന്നു. എല്ലാവർക്കും ആ കോൺഫിഡൻസ് ഉണ്ടാവണം. ഞങ്ങൾ ഇതിന്റെ പിന്തുണ അത് നടക്കുന്നവരെ പിന്തുണ തരും, ഉണ്ടാവും. ഞങ്ങൾ ഷോൺ മാത്രമല്ല, ജിജി മാത്രമല്ല, ഞാൻ മാത്രമല്ല, വി മുരളീധരൻ മാത്രമല്ല, ഇത് നരേന്ദ്രമോദിജി മുതൽ അമിത്ഷാ മുതൽ എല്ലാവരും ഞങ്ങളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഇതിന് കമ്മിറ്റഡ് ആണ്. ഈ ഇന്ന് തന്ന ഞാൻ എഷ്യൂർ ചെയ്യുന്നു, ഇന്ന് തന്ന ഈ പരാതി റെപ്രസെന്റേഷൻ ഞാൻ നാളെ അവിടെ എത്തുമ്പോൾ പ്രൈം മിനിസ്റ്റർ നാളെ കുവൈറ്റിൽ നിന്ന് മടങ്ങി വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കോപ്പിയും ഹോം മിനിസ്റ്ററിന് കോപ്പി ഞാൻ കൊടുക്കും. അതുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. അതിന് മുമ്പ് ഞാൻ എല്ലാവർക്കും ക്രിസ്മസ് സീസണിന്റെയും ന്യൂ ഇയേഴ്സിന്റെയും ആശംസകൾ കൺവേ ചെയ്യുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. ജയ് ഹിന്ദ്.